ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനുമുമ്പായിട്ട് ആരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതൊരു സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പൊ ഞാൻ ബോറാക്കുന്നില്ല, നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കുകയാണ്. അപ്പൊ കുറെ നല്ല കമന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ലാസ്റ്റ് പറയും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കഥ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോവർദ്ധനും അലീനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീനായിരുന്നു അവസാന ഭാഗമായിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനോട് അലീന പറഞ്ഞു, ഒരിക്കലും അച്ഛനൊന്നും അറിയരുത്, ജാമ്യമൊക്കെ കിട്ടും, എല്ലാം ശരിയാകും എന്നൊക്കെ അച്ഛനോട് പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ബാലചന്ദ്രൻ എന്താ പൊട്ടമല്ലാണോ? ബാലചന്ദ്രൻ ടി വി കാണുന്നുണ്ട്, പത്രം വായിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ ഇതിൽ കൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തിയും കഴിവുള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മുടെ ബാലചന്ദ്രനോട് ഇതൊന്നും പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് ഗോവർദ്ധൻ അറിയാം. പക്ഷെ അലീനയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ അങ്ങനെ പറയത്തുള്ളൂ എന്ന് ഗോവർദ്ധൻ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ഗോവർദ്ധൻ പറഞ്ഞു, അലീനെ നീ പറയുന്നത് എന്താണോ അതുപോലെ എല്ലാം ചെയ്യണം എന്നാണ് എന്നോട് ഇപ്പം പറഞ്ഞിരിക്കുന്നത്, ബാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് എന്ത് സജഷൻസ് വേണമെങ്കിലും പറയാം, നീ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ നീക്കാം എന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങനെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് അറിയത്തില്ലെങ്കിലേ, പക്ഷേ എനിക്ക് തോന്നിയായിരുന്നു കടയൊക്കെ അടച്ചിട്ടില്ലെങ്കിൽ ആൾക്കാരുടെ ശല്യം ഉണ്ടാകും, കല്ലെറിയും, അങ്ങനെ വലിയ 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 പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളും ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും തിരിയുള്ളൂ, നമ്മളെ നേരെ തിരിയുള്ളൂ. ഒരിക്കലും നമ്മുടെ സപ്പോർട്ടായിട്ട് ആരും കാണില്ല. പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല, ശരണ്യ എന്ന് പറയുന്ന ആ കുട്ടിയുടെ വീട്ടിൽ പോവുകയോ അതുപോലെ തന്നെ അവളോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനുള്ള എന്തെങ്കിലും ഒരു പഴുത് കണ്ടെത്തുക ചെയ്യേണ്ടത്. എന്തെങ്കിലും പഴുത് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പെണ്ണിന്റെ മാനത്തിന് വിലയിടാനൊന്നും നമുക്ക് പറ്റില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഒരു കാര്യം ചെയ്യാനുണ്ട്, അവളോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. അത് ആരെ കൊണ്ടെങ്കിലും ഒക്കെ ചെയ്യിക്കണം. ഇനിയിപ്പം നിങ്ങൾക്കൊക്കെ പോകാൻ മടിയാണെങ്കിൽ ശരണ്യനെ കാണാനും സംസാരിക്കാനും അവളുടെ വീട്ടിൽ പോകാനും അവളുടെ വീട്ടുകാരോട് സംസാരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്നും ഇപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യമല്ല ലീന. കാരണം ഇപ്പൊ അവരെ പോയി കാണുക, അവരോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളായി തീരും. കാരണം നമ്മൾ ചിലപ്പം അവരെ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് നമ്മളിങ്ങനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനാണ് എന്നൊരു ചിന്ത ചിലപ്പം വരും. അതുപോലെ തന്നെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരും. അപ്പൊ അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പം ജാമ്യത്തിൽ എടുക്കാനൊന്നും പറ്റില്ല, ജാമ്യത്തിൽ എടുക്കുന്ന കേസല്ല. ആ പെങ്കൊച്ചിന് 18 വയസ്സ് പൂർത്തിയായിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോസ്കോ കേസ് ആയിട്ട് പോകും, അത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിക്കുകയാണ്. എന്നിട്ട് ഗോവർദ്ധനം പറഞ്ഞു, അലീനെ നീ പേടിക്കൊന്നും വേണ്ട, ഇവിടെ ബബിതയും കൃഷ്ണയും ഉണ്ടല്ലോ, നീ അവരെ കെയർ ചെയ്യണം, നീ സൂക്ഷിക്കണം. പിന്നെ രാത്രി ഒന്നും വാതിലൊന്നും തുറക്കാൻ പാടില്ല, പുറത്തു നിന്ന് എന്തൊക്കെ ശബ്ദം കേട്ടാലും വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇല്ല, ഞാൻ ഒരിക്കലും തുറക്കില്ല. ഇനിയിപ്പോ ഞാൻ ഇവിടുത്തെ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ അലീനയോടല്ല സോറി ബബിതയോടും കൃഷ്ണമോളും പറഞ്ഞിട്ടുണ്ട്, അതോർത്ത് പേടിക്കണ്ട. പിന്നെ അച്ഛന്റെ അടുത്തേക്ക് ഞാൻ ഇടയ്ക്ക് പോകും, പിന്നെ അച്ഛനെ ഇടയ്ക്ക് സമാധാനിപ്പിക്കണം, അങ്ങനെ ഒറ്റയ്ക്ക് അവിടെ നിർത്തരുത്, എല്ലാം കൊണ്ടും അച്ഛൻ ഇപ്പം മനസമാധാനം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോവർദ്ധൻ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ബബിത അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ബബിത ചോദിക്കുന്നുണ്ട്, എന്തുമാത്രം കാര്യമാ, ഞങ്ങളൊന്നും അറിയാത്ത എന്തുമാത്രം കാര്യമാ ഇപ്പം അലീനയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ഗോവർദ്ധനങ്ങളെ? അതെ, ഞങ്ങളും കൂടെ ബാലചന്ദ്രന്റെ മക്കളാണ് എന്നുള്ള കാര്യം മറക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൃഷ്ണമോട് പറഞ്ഞു, ചേച്ചിക്ക് എന്താ ബബിത ചേച്ചിക്ക് എന്താ അറിയാഞ്ഞിട്ടാ ബബിത ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അലീന ചേച്ചി കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഗ്രഹിക്കുക അറിയുകയൊക്കെ ചെയ്തുകൊണ്ട് അലീന ചേച്ചി ഇതുപോലെ കാര്യങ്ങൾക്ക് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലാതെ എടുത്ത് ചാടി ഒന്നും അലീന ചേച്ചി ചെയ്യില്ല, അത് അച്ഛന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാ അലീന ചേച്ചി ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെന്ന് ഇപ്പം ഗോവർദ്ധൻ അങ്കിളിനോടാണെങ്കിലും അച്ഛൻ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ പിന്നെ അവൾ ആരാ ഇവിടത്തെ? പിന്നെ അവക്ക് കൂടിപ്പോയ എന്നെക്കാളും 2 3 വയസ്സിന് മൂപ്പല്ലേ കാണത്തുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ഗോവർദ്ധനം പറഞ്ഞു, അത് ശരിയാ മോളെ, അവളെക്കാൾ 2 3 വയസ്സിന് മൂപ്പേ നിനക്ക് കാണത്തുള്ളൂ. പക്ഷേ അവളുടെ അത്ര വിവരവും ബോധവും നിനക്കില്ല. കാരണം നിന്നെ വളർത്തിയത് നിന്റെ അമ്മയാ. നിന്റെ അമ്മ നിന്നെ വളർത്തിയത് കൊണ്ട് എത്രമാത്രം വിവരവും ബോധവും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ആ കൊച്ച് അങ്ങനെയല്ല. ആ കൊച്ച് ഒരു അനാഥാലയത്തിലാണ് വളർന്നതെങ്കിലും അതിനെ വളർത്തിയ ഒരു ഗുണം അതിനുണ്ട്. അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാനും അതനുസരിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും ഉള്ള ഒരു കഴിവ് അവൾക്ക് ദൈവം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ അവളെ ചേർത്ത് നിർത്തിയേക്കുന്നത്. അത് നീ മനസ്സിലാക്ക്. ഇപ്പോഴെങ്കിലും ഈ മത്സരബുദ്ധിയോടുകൂടി ആ പെങ്കൊച്ചിനെ കാണാതെ 3 പേരും കൂടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ആങ്ങളുടെ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുകയോ. ഏതായാലും ഗോവർദ്ധനൻ പറയേണ്ടത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും
നമ്മുടെ അലീനയുടെ മെക്കിട്ട് കയറുകയാണ് കേട്ടോ ബബിത. ഓ, നീ ആരാടി? നീ ഇവിടുത്തെ ആരാ? നീ വല്ല വൈസ് ഡ്രസ് ഒന്നും കളിക്കേണ്ട ഒരാവശ്യമില്ല. നീ ആരാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ അച്ഛന്റെ മോളാന്നും പറഞ്ഞുകൊണ്ട് നീ ഇവിടെ നിന്ന് കളിക്കുന്ന നാടകം ഉണ്ടല്ലോ, അതൊക്കെ പൊളിഞ്ഞു വീഴാൻ പോകും. പിന്നെ നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഈ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ പ്രശ്നവും നീ കാരണം തന്നെയാ. നീ ഇവിടെ കാലെടുത്തെന്ന് കുത്തിയോ അന്ന് തീർന്നതാ എന്റെ കുടുംബത്തിന്റെ സമാധാനം. അമ്മ ഒരു വഴിക്കായി, അച്ഛൻ ഒരു വഴിക്കായി. ഇപ്പൊ കണ്ടില്ലേ രോഹിത് കയറി ഇറങ്ങുന്നത്? രോഹിത് ഒരു വഴിക്കായി. നിന്റെ എറണക്കേടാടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ദേ ബബിതേ, ഞാൻ ഇവിടെ കയറിയതിന്റെ എറണക്കേടായിക്കോട്ടെ, അതിനു മുമ്പ് ഈ വീട്ടിൽ വഴക്കൊന്നും ഇല്ലായിരുന്നു. നിങ്ങൾ സമാധാനത്തോടു കൂടിയാ ജീവിച്ചിരുന്നെന്ന് മനസ്സിൽ തൊട്ട് ബബിതേ നിനക്ക് പറയാനായിട്ട് സാധിക്കുമോ? കുടുംബം എന്ന് പറയുന്നതേ എന്താണെന്ന് വ്യക്തമായിട്ട് ഉള്ള ധാരണയോട് കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിന്റെ അച്ഛനും നിന്റെ അമ്മയും സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? നിന്റെ അമ്മ നിന്റെ അച്ഛനോട് സമാധാനത്തോടു കൂടി സംസാരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഒരു സ്നേഹം കിട്ടിയിട്ടുണ്ടോ? നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ അദ്ദേഹം എല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചു? ലാസ്റ്റ് ഇപ്പം അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനും നിന്റെ അമ്മ തന്നെയാ കാരണക്കാരി, അല്ലാതെ ഒരിക്കലും ഞാനല്ല കാരണക്കാരി. അത് നീ ആദ്യം മനസ്സിലാക്കാൻ നോക്ക്. മാത്രമല്ല, ഇപ്പം നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കേണ്ട സമയമല്ല. ഇപ്പം നമ്മൾ 3 പേരും ഒരുമിച്ച് നിന്ന് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയ്ക്കും നമ്മുടെ ആങ്ങളയ്ക്കും വേണ്ടി പോരാടേണ്ട സമയം എന്ന് പറയുമ്പോ, പിന്നെ ഞങ്ങളുടെ അച്ഛൻ, ഞങ്ങളുടെ അമ്മ, ഞങ്ങളുടെ ആങ്ങള, ആരുടെ അടി ഈ ഞങ്ങളുടെ? നിന്നെയെ ഞാൻ ഈ പന്തിയിൽ കൂട്ടിയിട്ടില്ല, ഒരിക്കലും കൂട്ടാനും പോകുന്നില്ല. ഒരിക്കലും നീ ഞങ്ങളുടെ ആരുമല്ല, ആരുമല്ല, ആരുമല്ല. നീ വിചാരിച്ചോ ബാക്കി എല്ലാവരും നിന്റെ മുമ്പിൽ വന്ന് തൊഴുകയോടുകൂടി നിൽക്കുമായിരിക്കും. എല്ലാവരും നീ പറയുന്നത് കേട്ടനുസരിച്ച് എല്ലാം ചെയ്യുമായിരിക്കും. പക്ഷെ ഈ ബബിതനെ അതിന് കിട്ടാൻ പോകുന്നില്ല. നീ ബബിതയ്ക്ക് പുല്ല്. നീ ബബിതയ്ക്ക് എന്നും പുല്ല് തന്നെയാടി. അല്ലാതെ നീ എന്റെ തലയിൽ കയറി നിറങ്ങാനോ എന്നെ ഭരിക്കാനോ വരണ്ട. നീ ഇതെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് പിടിച്ചു കെട്ടി സുഖിച്ച് ജീവിക്കാൻ തുടങ്ങിയിൽ അതങ്ങ് മാറ്റി വെച്ചാൽ മതി. നീ അല്ലടി ഇവിടുത്തെ അധികാരി. ഇവിടെ ആരാ അധികാരി എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞിട്ട് ബബിത അങ്ങ് പോവാണ് കേട്ടോ. ഈ ഒരു സമയത്താണെങ്കിൽ അലീന എന്ത് പറയാൻ? അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട്, അലീന ചേച്ചി പോട്ടെ, സാരമില്ല. ബബിതേച്ചിക്ക് മേളിൽ ആകാശം താഴെ ഭൂമി എന്നൊക്കെയാണ്, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ബബിതേച്ചി ജീവിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും നമുക്ക് അച്ഛനെ രക്ഷിച്ചേ പറ്റൂ. അച്ഛനൊരു കോൺഫിഡൻസ് വേണം, രോഹിത്തേട്ടൻ ഇറങ്ങണം എന്ന്. പക്ഷെ രോഹിത്തേട്ടൻ കാണിച്ചത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എന്ന് പറഞ്ഞപ്പം അലീന പറയുന്നത്, ഒരിക്കലും മോളെ നമ്മൾ ശരി വെച്ച് കൊടുക്കാനും പാടില്ല. രോഹിത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടിയേ പറ്റത്തുള്ളൂ. പക്ഷെ അച്ഛന്റെ ആ സങ്കടവും വിഷമവും കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥ തോന്നുക. മാത്രമല്ല, രോഹിത് അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പം അവൻ പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹരിയുടെ കൂട്ടുകാരുടെ വായിൽ നിന്നോ അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഇതിൽ എന്തൊക്കെയോ തിരിമറിയൊക്കെ നടന്നിട്ടുണ്ട്. എല്ലാം ഹരിയുടെ കഴിവ് തന്നെയാണ്. ഹരിയെ എല്ലാം ഇത്രയും കൊണ്ട് എത്തിച്ചത്. നമുക്ക് എത്രയും പെട്ടെന്ന് ശരണ്യായിട്ട് എനിക്കൊന്ന് ബന്ധപ്പെടണം. എനിക്കൊന്ന് ആ പെങ്കൊച്ചുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇനിയിപ്പം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ, കോടതിയും കേസും ഒക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ തന്നെ എന്താണ് നടന്ന സംഭവം എന്ന് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. അതിനിപ്പോ വക്കീലിനൊക്കെ വെക്കണുണ്ടല്ലോ. ഏതായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ അലീനെ കൃഷ്ണമോളും കൂടി ഇങ്ങനെ കൂടി ചേർന്ന് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ കുറച്ച് ഭാഗമൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിയുടെ വീടാണ്. അപ്പൊ ഹരിയുടെ വീട്ടില് കമലയുണ്ട്, മനു ഉണ്ട്, പിന്നെ നമ്മുടെ മനുവിന്റെ പെങ്ങളും ഉണ്ട്. അപ്പൊ ഇവര് 3 പേരും ഉള്ള സമയത്ത് പെട്ടെന്ന് വീട്ടിന്റെ പുറത്തു നിന്ന് ഒരുപാട് സൗണ്ട് കേൾക്കുകയാണ്. കല്ല് വാരി എറിയുന്നതും ഒക്കെ, ചില്ലയിൽ വന്ന് വീഴുകയും ചില്ല് പൊട്ടുകയും ഗേറ്റ് വന്ന് തള്ളി തുറക്കുകയും ഒക്കെ ചെയ്യാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് കമല നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വീട് ചുറ്റും ആളിങ്ങനെ വളഞ്ഞു കേട്ടോ. വേറെ ഒന്നും കൊണ്ടുമല്ല, ഒരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാരിൽ ഒരു ഇതുണ്ടാവുമല്ലോ. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കില്ലല്ലോ, ജനങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഹരിയും കൂടെ ഇതിലുണ്ട് എന്ന് അറിഞ്ഞപ്പോഴേക്കും അവിടെയുള്ള പരിസരവാസികളും അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവരുടെ വീട് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അങ്ങനെ കമല പേടിച്ചിട്ട് മനു ഒത്തിരി പേര് വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിപ്പുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നാട്ടുകാരെ ഇളകി, അത്ര തന്നെ. അവരുടെ മുമ്പിൽ ചെന്ന് ചാടിക്കൊടുത്താലേ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നറിയാമോ? എല്ലാം കൂടെ കല്ലെറിഞ്ഞ് കൊല്ലും. ഇതല്ലെങ്കിലും വേണം, കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ വേണം. അമ്മയോട് ഞാൻ 1000 തവണ പറഞ്ഞതാ, അവൻ പോകുന്ന വഴി സൂക്ഷിക്കണം, അവനെ സൂക്ഷിക്കണം. അപ്പൊ എന്താ പറഞ്ഞത്? അവന്റെ പ്രായം അതല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ. അപ്പൊ പിന്നെ വരുന്നതെല്ലാം അങ്ങോട്ട് അനുഭവിച്ചോ എന്ന് നമ്മുടെ കമല പറയാണ്. അപ്പൊ കമല പറയുന്നുണ്ട്, എന്റെ പൊന്നുമനു, നീ ഇങ്ങനെ വാശി കാണിച്ചോണ്ട് നിൽക്കാൻ, നീ നിന്റെ അനിയനോടും നീ എന്നോടും നിന്റെ അച്ഛനോടൊക്കെ ഈ വാശി കാണിക്കുന്നത് തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചേ.
പോലീസിനെ വിളിക്കും മനു എന്ന് പറയുന്നുണ്ട്. ഏതായാലും ലാസ്റ്റ് മനുവിനും പോലീസിനെ വിളിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് കേട്ടോ. അങ്ങനെ പോലീസിനെ നേരെ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയാ, സാറേ ഇവിടെ കൊല്ലംപറമ്പ് കൈതക്കൽ മാളികയ്ക്കൽ വീട്ടിൽ, അതായത് ഹരിയുടെ വീട്ടില് ഇങ്ങനെ ഒരു പ്രശ്നം വന്നേക്കുവാ സാറേ. ഒത്തിരി ആളുകൾ വീടിന് ചുറ്റും നിന്നിട്ട് കല്ലൊക്കെ എറിയുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവരൊന്നും ഇവിടുന്ന് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ അവിടെ കല്ലേറ് തുടങ്ങിയല്ലേ, നിനക്കൊക്കെ നാണമില്ലേടോ, തന്റെ അനിയനല്ലേ ഇങ്ങനെ ഒരു കേസിൽ അകപ്പെട്ടത്, ഇങ്ങനെയൊക്കെ ചെയ്തതും താനൊക്കെ ഇനി താന് ആരാ, താൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, നിന്റെ അനിയനാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മുടെ മനുവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനുവിന്റെ തൊലി ഉരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ പോലീസുകാരെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് വരാതിരിക്കാനും പറ്റത്തില്ലല്ലോ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വന്നല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പെട്ടെന്ന് പോലീസുകാരെല്ലാവരും കൂടെ വരികയാണ്. പോലീസുകാരെല്ലാവരും കൂടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ നിൽക്കുന്ന കുറെ ആളുകളെയൊക്കെ ഓടിച്ച് വിടുകയാണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷന് സത്യം പറഞ്ഞാൽ കൈകാര്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മനു ആവശ്യപ്പെടുന്നുണ്ട്, ഞങ്ങൾക്ക് 2 പേര് ഇവിടെ ആവശ്യമാണ്, അതായത് ഇവർക്കൊരു ഇത് വേണമല്ലോ, സുരക്ഷിതത്വം വേണമല്ലോ, അപ്പൊ 2 പോലീസുകാരെ ഞങ്ങൾക്ക് വിട്ടു തരണം എന്ന് പറയുമ്പോൾ, ഈ വക കേസിലൊന്നും പോലീസുകാരെ ഒന്നും വിട്ടുതരാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനു പറയുന്നുണ്ട്, അതെവിടത്തെ ന്യായമാ സാറേ, അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞ് നമുക്കിപ്പം സുരക്ഷിതത്വം വേണമെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് അത് വിട്ടു തന്നല്ലേ പറ്റൂ എന്ന് പറഞ്ഞ് പോലീസുകാരോട് തർക്കിക്കേണ്ട ഒരു അവസരം വരെ മനുവിന് വരികയാണ് കേട്ടോ. മനുവിന്റെ ഗതികേടെന്ന് പറയാം. മനു പറയുന്നുണ്ട്, ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒന്നും പറയില്ലായിരുന്നു, എനിക്ക് വന്നൊരു ഗതികേടെ, പീഡിപ്പിച്ചവന്റെ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചവന്റെ ചേട്ടനായി പോയില്ല ഞാൻ, അതുകൊണ്ടല്ലേ എനിക്ക് ഗതികേട് വന്നത്. നിങ്ങള് ഓർത്തോണം, നിങ്ങൾക്കും ഒരു മോളുണ്ട്, അവൾക്ക് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ. ഇപ്പം ഓടിപ്പായുന്നുണ്ടല്ലോ ജാമ്യത്തിന് വേണ്ടിയും, അവന് തല്ല് കിട്ടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടി. അവന് തല്ല് കിട്ടണം, അവന് തല്ലി ചതച്ച് അവനെ ഇല്ലാണ്ടാക്കണം, എങ്കിലേ അവൻ നന്നാവത്തുള്ളൂ. എന്റെ അനിയനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവന് വെറും ഫ്രോഡ്. അവൻ പല തവണ ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുള്ളതാ. അവന്റെ ഈ പോക്ക് ശരിയല്ല, അവരോട് നേരെ വഴിക്ക് പോണെന്ന് ഞാൻ പറഞ്ഞതാ. അല്ല, ഇപ്പം അമ്മ പറയുന്നുണ്ടല്ലോ അവന് കൂട്ടായിട്ട് രോഹിത്തും കൂടെ ഉണ്ടെന്ന്. അതെ, ഒരു കുടുംബത്തിലെ 2 പേരാ ഇപ്പം കയറി ഇറങ്ങി നടക്കുന്നത്. അതും നല്ല കേസാണല്ലോ, പീഡന കേസ്. ഈ ഹരി ഉണ്ടല്ലോ, അവനും കൂടെയാണ് രോഹിത്തിനെ ചീത്തയാക്കിയത്, അല്ലാതെ രോഹിത് അല്ല അവനെ ചീത്തയാക്കിയത്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ രോഹിത്തിന്റെ കൂടെ കൂടിയ ഹരി ചീത്തയായിരുന്നു, ഒരിക്കലും അതല്ല. അമ്മ മനസ്സിലാക്കിക്കോ, രോഹിത്തിനെയും വിളിച്ചു വരുത്തി അവൻ ചീത്തയാക്കുക ചെയ്തത്. അപ്പൊ മോന്റെ കയ്യിലിരിപ്പ് മറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ശിക്ഷ കിട്ടിയിരിക്കും, അത് അവന് ശിക്ഷ എന്ന് പറഞ്ഞ സംഭവം കിട്ടിയിരിക്കും. ഇനിയിപ്പം അച്ഛൻ പുറത്തുനിന്ന് വന്ന് ഇവിടെ എന്ത് ചെയ്യാന്നൊക്കെ വിചാരിച്ചാലും അതൊന്നും മാറി മറിയാൻ പോകുന്നില്ല. 18 വയസ്സ് തികയാത്തൊരു പെങ്കൊച്ചിനെ പീഡിപ്പിച്ചതെന്ന് ഓർത്തോണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മനു പറയുന്നുണ്ട്. കമലയുടെ നാക്ക് സത്യം പറഞ്ഞ അടഞ്ഞു പോവാണ് കേട്ടോ. കമലയുടെ നാക്ക് അടയേണ്ട ഒരു അവസ്ഥ വരികയാണ്. കമലയ്ക്കൊന്നും തിരിച്ചു പറയാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. കമല എന്തോരം മനുവിനോട് പറയുന്നതായിരുന്നു, എന്തൊക്കെയായിരുന്നു കമല മനുവിനോട് പറയുന്നത്. ഇപ്പൊ പക്ഷെ ഒന്നും പറയാൻ പറ്റത്തില്ലാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ കമലയ്ക്കുള്ളത്. അപ്പൊ ആ ഒരു സീന്, അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ തന്നെയാണ്. അപ്പം ബാലചന്ദ്രന്റെ അടുത്തേക്ക് ഗോവർദ്ധനൻ ചെല്ലുന്നുണ്ട്. അങ്ങനെ ഗോവർദ്ധനൻ ചെല്ലുന്നു, അലീനയും ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവരുടെ സ്ഥാപനങ്ങളൊക്കെ തൽക്കാലം കുറെ നാളത്തേന് തന്നെ ഈ ഒരു ഇഷ്യൂസ് കഴിയുന്നിടത്തോളം കാലം പൂട്ടിയിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ അലീനയുടെ കയ്യിൽ കുറച്ച് ഫോണോ CD-യോ എന്തൊക്കെയോ കിട്ടിയിട്ടുണ്ട് രോഹിത്തിന്റെ, അതൊക്കെ മാറ്റി എവിടെയെങ്കിലും കൊണ്ട് വെക്കണം എന്ന് പറഞ്ഞ് ഗോവർദ്ധന് കൊടുത്തു എന്ന് ഒക്കെ നമ്മുടെ ബാലചന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രന്റെ മനസ്സിൽ തന്റെ മകനും രക്ഷപ്പെടണമെന്ന് തന്നെയാണ്. പക്ഷെ വെളിയിൽ അത് പറയാനും പറ്റത്തില്ലല്ലോ. ഒരിക്കലും ഒരാൾ തന്റെ മകന്റെ ഭാവി പോണം, നശിക്കണം എന്ന്